ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു ബ്രിഞ്ചോൾ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അധികം കിച്ചണിലൊന്നും പോവാത്തവരും കുക്കിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ഈ ബ്രിഞ്ചോൾ ഫ്രൈ എന്ന് പറയുന്നത്. ഞാനും അങ്ങനെ നല്ല എക്സ്പേർട്ടൊന്നുമല്ല കുക്കിങ്ങിൽ, വീഡിയോസൊക്കെ കണ്ടും അല്ലാതെയൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് തോന്നി, അതുപോലെ തന്നെ ട്രൈ ചെയ്തപ്പോൾ സക്സസ് ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ബ്രിഞ്ചോൾ ഇതുപോലെ നല്ല റൗണ്ടിൽ നമ്മൾ അത്യാവശ്യം തിക്നെസ്സോടുകൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. നല്ല കട്ടി കുറച്ചെടുക്കരുത്, അത്യാവശ്യം നേരത്തെ കാണിച്ച ആ ഒരു തിക്നെസ്സിൽ എടുക്കുക. അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, അതുപോലെ തന്നെ 1 സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിച്ച് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ലൂസായും പോവരുത്, എന്നാൽ നല്ല കട്ടിയും ഉണ്ടാവരുത്, ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. നാരങ്ങനീര് പിഴിഞ്ഞൊഴിച്ചാൽ ഒരു പുളി കുറച്ച് കയറി നിൽക്കും. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ച് അതിനുശേഷം വഴുതനങ്ങയുടെ 2 സൈഡും അത്യാവശ്യം കട്ടിക്ക് തന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരപ്പ് തേച്ച് കൊടുക്കുക. അത്യാവശ്യം കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ, എങ്കിലേ ആ ഒരു മസാലയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ആണെങ്കിലും ഷാലോ ഫ്രൈ ആണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. വഴുതനങ്ങ ജസ്റ്റ് മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൂടെ അഡീഷണൽ വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനും യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, സക്സസ് ആയതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്തത്.